മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ വലിയ ദിവസം എല്ലാവർക്കും ഓശാന തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മള് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 21:3 ധ്യാന വിഷയമാക്കുകയാണ്. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 21 വേഴ്സ് 3. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക, അവനുടനെ തന്നെ അവയെ വിട്ടുതരും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോരുത്തരും ദൈവത്തിന്റെ മുൻപിൽ വിലപിടിപ്പുള്ളവരാണ്. ഈ ഒരു ബോധ്യം നമ്മളെ നയിക്കണം. ഈ തിരുനാൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. ഒരു ചൈനീസ് ചിന്തകൻ, നിങ്ങൾക്കറിയാം, ഡയോജനസ് ആണ്. അസുഖമായ ആശുപത്രിയിൽ ചെന്നതാണ്. അപ്പൊ അവർക്ക് പരിശോധനയെല്ലാം കഴിഞ്ഞു. അവര് പറഞ്ഞു, ഇനി ഈ മനുഷ്യൻ പ്രായമൊക്കെയായി, ജീവിച്ചിട്ടൊരു വലിയ കാര്യമില്ല, അതുകൊണ്ട് ഇയാളുടെ മൃതശരീരം നമുക്ക് മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിന് പഠന വിഷയമാക്കി കൊടുക്കാം എന്ന് തീരുമാനിച്ചു. പക്ഷെ അവര് രോഗിക്ക് മനസ്സിലാവാത്ത ഭാഷയിലാണ് അവതരിപ്പിച്ചത്. പക്ഷേ ഈ ചിന്തകനായ ഡയോജനസിന് അത് മനസ്സിലായി. അദ്ദേഹം അപ്പോൾ ബോധപൂർവം തിരിച്ചു പറഞ്ഞു, ആരെയും വില കുറഞ്ഞവരായി നിങ്ങൾ കാണരുത്, കാരണം ദൈവത്തിന് അവനെ കൊണ്ട് ആവശ്യം. ഡോക്ടർമാർ അന്തിച്ചുപോയി. ദൈവമേ, ഞങ്ങൾ പ്ലാൻ ചെയ്തതെല്ലാം തെറ്റിയല്ലോ. അതേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ വ്യക്തിയും ദൈവത്തിന് മുൻപിൽ ഏറെ വിലപിടിപ്പുള്ള വ്യക്തികളാണ്. അതാണ് ഈ ഓശാന തിരുനാൾ നമ്മൾ സ്വീകരിക്കേണ്ട സന്ദേശം. കർത്താവ് ഹൃദയ രാജാവായിട്ട് എഴുന്നള്ളി വരികയാണ്. നമ്മുടെ ജീവിതം മുഴുവനും ഈശോ നിറഞ്ഞു നിൽക്കണം. ഹെറിക് ബേണിന്റെ മനഃശാസ്ത്രം പഠിച്ച ഒരു സഹോദരൻ കാണാൻ വന്നു. ദൈവം ഇങ്ങനെ എല്ലാം പറയാണ്, ഹെറിക് ബേണിന്റെ വീക്ഷണത്തിൽ ഇങ്ങനെയാണ്, ഹെറിക് ബേണിന്റെ വീക്ഷണത്തിൽ ഇങ്ങനെയാണ്, പറഞ്ഞങ്ങ് പോവുക. അപ്പോൾ അദ്ദേഹം വാചകമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പോകാൻ തുടങ്ങിയപ്പോ ഈ അച്ഛൻ പറഞ്ഞു, ഹെറിക് ബേണിന്റെ വീക്ഷണത്തിൽ താങ്കളുടെ ജീവിതം എങ്ങനെയാണെങ്കിൽ ഈശോ താങ്കളെ കാണുന്നത് എങ്ങനെയാണ് കേട്ടോ എന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കർത്താവിന് നമ്മളെ തന്നെ തുറന്നു കൊടുക്കുക. കർത്താവ് എങ്ങനെ എന്നെ കാണുന്നു, കർത്താവിന് നിലനിൽപ്പുണ്ടോ, അതാണ് ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിന്റെ വലിയ സന്ദേശം. ഈ ഓശാന നാളിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ, ജീവിതത്തിൽ ഈശോ നിലനിൽക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.